പ്രശസ്ത മലയാള സിനിമാ താരങ്ങളായ ദിലീപും തിലകനും തമ്മിലുള്ള വർഷങ്ങളോളം നീണ്ടുനിന്ന ശീതസമരം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. താരസംഘടന അമ്മയും ഫിലിം ചേംബറും തമ്മിലുണ്ടായ തർക്കത്തിനിടെ സിനിമാ താരങ്ങൾ സമരത്തിന് ഇറങ്ങാൻ നിശ്ചയിച്ചപ്പോൾ അതിനു വിപരീതമായി തിലകൻ വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചതോടാണ് ഈ വിഷയം വാർത്തകളിൽ നിറഞ്ഞത്. പിന്നീട് ദിലീപിന്റെ ഏകാധിപത്യമാണ് സംഘടനയിൽ നിലനിൽക്കുന്നത് എന്ന് സീനിയർ നടൻ തുറന്നടിച്ചു. പിന്നീട് ഒരിക്കൽ ദിലീപിന് ഒരു വിഷമാണെന്ന് പറഞ്ഞ തിലകൻ മനോരമ ന്യൂസിൽ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ പ്രസ്താവന തന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ കൊണ്ട് നടത്തിയതാണെന്ന് ആവർത്തിച്ചു. എന്നാൽ ഇതേ പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിൽ അതിഥിയായി എത്തിയ മായാമോഹിനി താരത്തിന് പറയാനുണ്ടായിരുന്നത് മറ്റൊരു ന്യായീകരണമായിരുന്നു. മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിനാണ് താൻ തിലകന് ശത്രുവായത് എന്നാണ് ദിലീപ് അവകാശപ്പെടുന്നത്. അമ്മ സംഘടനയും ഫിലിം ചേംബറും തമ്മിലുള്ള പ്രശ്നം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് തിലകൻ എതിരായി തനിക്ക് സംസാരിക്കേണ്ടി വന്നതെന്ന് ദിലീപ് പറഞ്ഞു. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് ഈ പ്രശ്നം മമ്മൂക്കയുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കാൻ നോക്കി. അന്ന് തിലകൻ ചേട്ടൻ വലിയ പ്രശ്നമുണ്ടാക്കി. ആരോ തന്നെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസുമായിട്ടാണ് വന്നത്. ആ സംഘടനയിലെ എല്ലാവരും അദ്ദേഹത്തിന് മക്കളെ പോലെയാണ്. മമ്മൂക്ക ആ തിലകൻ ചേട്ടനോട് സംസാരിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് അച്ഛനെ പോലെയല്ലേ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നോക്കി എന്ന് ദിലീപ് വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു മമ്മൂക്ക കരഞ്ഞു. അപ്പോൾ തിലകൻ ചേട്ടൻ ചാടി എണീറ്റ് ഇത് കള്ളക്കണ്ണീരാണ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് ചാടി എണീറ്റു. എന്നിട്ട് തിലകൻ ചേട്ടനോട് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു. നിങ്ങൾ തെറ്റ് ചെയ്തത് ഞാൻ നിങ്ങളുടെ സിനിമയിൽ മകനായി അഭിനയിക്കുമ്പോൾ അച്ഛ എന്ന് വിളിച്ചിട്ടുള്ളത് മനസ്സറിഞ്ഞിട്ടാണ്. ആ വലിയ മനുഷ്യൻ മമ്മൂട്ടി അത് പറയുമ്പോൾ നിങ്ങൾ സ്വന്തം തെറ്റ് ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാ അന്ന് പറഞ്ഞതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല എന്ന് ദിലീപ് കൂട്ടിച്ചേർത്തു. അന്ന് തിലകൻ ചേട്ടൻ എന്നെ അടിമുടി നോക്കിയ നോട്ടം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഞാൻ എൻ്റെ ഈ കൈ പോലും ശ്രദ്ധിക്കുന്നത്. എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എന്നെ കുറേ പേർ പിടിച്ചു കൊണ്ടുപോയി. കവിയൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ പറഞ്ഞു നിന്റെ ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടല്ലോ എന്ന്. പിന്നീട് ആ രാത്രിയിൽ തിലകൻ ചേട്ടനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് നടൻ പറഞ്ഞു. പിന്നീട് തിലകനെ അനുനയിപ്പിക്കാൻ താൻ ശ്രമിച്ചുവരുന്നെന്നും കാണുമ്പോൾ സംസാരിക്കാറുണ്ടെന്നും ദിലീപ് അവകാശപ്പെട്ടു. ഇന്റർവ്യൂ എന്ന സിനിമ കണ്ടതിനു ശേഷം ഒരു ചടങ്ങിൽ വെച്ച് തിലകനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം നന്നായെന്ന് താൻ പറഞ്ഞുവെന്നും അതിന് അദ്ദേഹം നന്ദി പറഞ്ഞുവെന്നും നടൻ വെളിപ്പെടുത്തി. തിലകന്റെ അഹങ്കാരം തനിക്ക് ഇഷ്ടമല്ലെന്നും അദ്ദേഹം തന്നെയാണ് എന്തു പറഞ്ഞാലും പ്രശ്നമില്ലെന്നും ദിലീപ് ആവർത്തിച്ചു. എന്നാൽ മരണം വരെയും ദിലീപിനോട് സന്ധി ചെയ്യാൻ മലയാള സിനിമയിലെ പെരുന്തച്ചൻ ഒരിക്കലും തയ്യാറായില്ല എന്നായിരുന്നു സത്യം.